ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്താണ്, ഒരു ചെറിയൊരു ഡൗട്ട് ചോദിച്ചാണ്. അതായത് നമുക്ക് എത്രയോ മുൻപ് കുറച്ച് മുൻപ് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, ഒരു അപ്ഡേറ്റ് വന്നാണ്, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പോഴും പല ആളുകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അറിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല അതിലുള്ള ഒരു ചതിക്കുഴി കൂടി അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ചില ഫോട്ടോസ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് ഒരു പേടിയാണ്, അവർ ഈ ഫോട്ടോ മിസ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർ മറ്റാരെങ്കിലും അയച്ചു കൊടുക്കും, അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഒരു ഡൗട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാത്തതുണ്ടെന്നുള്ള മനസ്സിലാവുന്നത്. അപ്പൊ അതായത് നമ്മൾ എന്തൊരു അപ്ഡേറ്റ് കിട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മളൊന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനുള്ള, പലർക്കും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ നിരന്തരം 1-2 ദിവസങ്ങൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുക. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. നമ്മൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ, എന്തെങ്കിലും ഒരു കാര്യം, നമ്മളൊരു ഡോക്യുമെന്റ് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം വിചാരിക്കുക. അപ്പൊ എനിക്ക് ഈ ഒരു വ്യക്തിക്ക് ആണ് അയച്ചു കൊടുക്കേണ്ടത്. ഈ അയച്ചു കൊടുക്കുന്ന വ്യക്തി ഇത് മിസ്യൂസ് ചെയ്യുമോ നമുക്കൊരു പേടിയുണ്ട്. അവരത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പക്ഷെ അവർക്ക് ഫോട്ടോ കാണുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ പ്രാവശ്യം മാത്രം അവർക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് അയക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കണ്ടില്ലേ താഴെ ഒരു അറ്റാച്ച് എന്ന ബട്ടൺ ഇല്ലേ, അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് ആ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നേരെ ഗാലറി കാണുന്നില്ലേ, ആ ഗാലറിയിൽ നമുക്ക് അയക്കാനുള്ള ഡോക്യുമെന്റ് നമ്മൾ ഗാലറിയിൽ ഫോട്ടോസിൽ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തു, ഇവിടെ നമുക്ക് ഏതാണ് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെന്റ് ഒക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ നമുക്ക് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ വാട്സപ്പിലേക്ക് വരും. ഉണ്ട് ഇവിടെ വാട്സപ്പിലേക്ക് വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പക്ഷെ നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ട് കാണാൻ വേണം, പക്ഷെ അവരത് മിസ്യൂസ് ചെയ്യാനും പാടില്ല. ഒറ്റ പ്രാവശ്യം കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് അതിനൊരു ക്യാപ്ഷൻ കൊടുക്കാം, കോൺഫിഡൻഷ്യൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് തൊട്ടടുത്ത് ഒരു ക്ലോക്ക് പോലെ കാണുന്നില്ലേ, ഒരു 1 എന്ന് പറയുന്ന ഒരു ക്ലോക്ക് പോലെ കാണുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കത് ഒരൊറ്റ പ്രാവശ്യത്തേക്ക് ഇവിടെ കണ്ടില്ലേ, അവിടെ നമുക്ക് ആ മെസ്സേജ് വന്നിട്ടുണ്ടായി, നമുക്ക് സെറ്റ് വൺസ് ആക്കിയിട്ട് ഒരൊറ്റ പ്രാവശ്യം അവർക്ക് കാണുന്ന രീതിയിൽ നമുക്ക് അയക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർക്ക് ആ ഒരു ഫോട്ടോ പോയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവർക്ക് ഫോട്ടോ കണ്ടില്ലേ, ഫോട്ടോ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അവരെ ഫോൺ നമ്മൾ എടുത്തു, ഇവിടെ കണ്ടില്ലേ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഫോട്ടോ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ഡൗൺലോഡ് ആവും. രണ്ടാമത് അവരൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഫോട്ടോ ഓപ്പൺ ആവും. ഇവർക്ക് ഇങ്ങനെ ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അവരത് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. പിന്നീട് അവർക്ക് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില ഫോണുകളിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഐഫോൺ പോലെയുള്ള ഫോണുകളിൽ ഇങ്ങനെ അയച്ചാൽ പോലും അവർക്ക് പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ.